ബ്ലൂ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ബ്ലൂ സ്കൈ, ബ്ലൂ ഓഷ്യൻ എന്നൊക്കെയാണ്. പക്ഷേ ബ്ലൂ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ഒരുപാട് ഫ്രേസസ് ഉണ്ട്. ഈ ഫ്രേസസൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് ആകില്ല. അതിന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള മീനിങ് ഉള്ള ചില ഫ്രേസസ്, ബ്ലൂ ഫ്രേസസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്തരം ചില ഫ്രേസസ് ആണ്. ഫീലിംഗ് ബ്ലൂ. ഫീലിംഗ് ബ്ലൂ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് മാനസികമായിട്ടൊക്കെ വളരെ വിഷമിച്ച് ഇരിക്കുന്ന ഒരു സന്ദർഭം, വി ആർ ഫീലിംഗ് സാഡ് എന്ന് പറയില്ലേ, അതാണ് വി ആർ ഫീലിംഗ് ബ്ലൂ. ഐ ആം ഫീലിംഗ് ബ്ലൂ, ഷീ ഈസ് ഫീലിംഗ് ബ്ലൂ, ഹീ ഈസ് ഫീലിംഗ് ബ്ലൂ എന്ന് പറയാം. അപ്പോൾ ഫീലിംഗ് ബ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാതെ സാഡായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ. ഐ ആം ഫീലിംഗ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഐ ആം സാഡ്. ഐ ഹാവ് ബീൻ ഫീലിംഗ് ബ്ലൂ എവർ സിൻസ് മൈ സിസ്റ്റർ മൂവ്ഡ് ടു അനദർ സിറ്റി. എൻ്റെ സിസ്റ്റർ വേറൊരു സിറ്റിയിലേക്ക് മാറിയത് മുതൽ ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. പ്രത്യേകിച്ചും നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാൾ നമുക്ക് മിസ്സാവുക, അപ്പോഴൊക്കെയാണ് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത്. ആഫ്റ്റർ റിസീവിങ് ബാഡ് ന്യൂസ് ജെയിൻ സ്പെൻഡ് ദ ഹോൾ ഡേ ഫീലിംഗ് ബ്ലൂ. ബാഡ് ന്യൂസ് കേട്ടതിന് ശേഷം ജെയിൻ ആ ദിവസം മുഴുവൻ ചെലവഴിച്ചത് വല്ലാത്ത മാനസിക വിഷമത്തിലാണ്. ഐ ആം സാഡ് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ്, നല്ല ഒരു എക്സ്പ്രഷൻ അല്ലേ ഐ ആം ഫീലിംഗ് ബ്ലൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്രേസ് ആണ് മൺഡേ ബ്ലൂസ്. സാധാരണ 2 ദിവസത്തെ ഹോളിഡേ ഒക്കെ കഴിഞ്ഞ്, സാറ്റർഡേ ചിലപ്പോൾ ഹോളിഡേ ആയിരിക്കും, സാറ്റർഡേ സൺഡേ ഹോളിഡേ ആയിരിക്കും, ഇങ്ങനെയുള്ള 2 ദിവസത്തെ ഹോളിഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു മടി തോന്നും, നമുക്ക് വല്ലാത്ത ഒരു ക്ഷീണം. മൺഡേ ആകുമ്പോഴേക്കും ആ ജോലിയൊക്കെ വീണ്ടും തുടങ്ങണമല്ലോ എന്നാലോചിക്കുമ്പോഴുള്ള ആ ഒരു വല്ലാത്ത നമുക്കൊരു മടി, അതിനെയാണ് മൺഡേ ബ്ലൂസ് എന്ന് പറയുന്നത്. എ ഫീലിംഗ് ഓഫ് സാഡ്നെസ്, ലെഥാർജി ഓർ ആങ്സൈറ്റി അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് the week. As soon as I stepped into the office, I felt Monday blues. ഞാൻ ഓഫീസിലേക്ക് കയറിയ ഉടൻ തന്നെ എനിക്ക് വല്ലാത്ത ആ ഒരു മൺഡേ ബ്ലൂസ് അതെനിക്ക് അനുഭവപ്പെട്ടു. എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത, നമുക്കിനി വർക്ക് തുടങ്ങണമല്ലോ, ഇനി മടി പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴുള്ള വല്ലാത്ത ഒരു ക്ഷീണം, പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വല്ലാത്ത ഒരു മടി, അതാണ് മൺഡേ ബ്ലൂസ്. നെക്സ്റ്റ് വൺ, ബ്ലൂ ഇൻ ദ ഫേസ്. ബ്ലൂ ഇൻ ദ ഫേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ചില ആളുകളോട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറ്റാവുന്ന തരത്തിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു, എന്നിട്ടും ആ ആൾക്ക് അത് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മൾ വല്ലാതെ ഒരു ഫീലിങ്ങിലാവും, എന്നിട്ടും പ്രയോജനം ഇല്ലല്ലോ എന്ന ഒരു മട്ടിൽ. അതിനെയാണ് ബ്ലൂ ഇൻ ദ ഫേസ് എന്ന് പറയുന്നത്. ഡു സംതിങ് അൺടിൽ യു ആർ ബ്ലൂ ഇൻ ദ ഫേസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നമ്മൾ ക്ഷീണിച്ചു, നമ്മൾ എക്സോസ്റ്റഡ് ആയി, നമുക്ക് അത്രയധികം നമ്മൾ ചെയ്തിട്ടും അതിനൊരു ഫലമില്ല. ഐ ഹാവ് ബീൻ എക്സ്പ്ലെയിനിങ് ദ റൂൾസ് ഓഫ് ദ ക്രിക്കറ്റ് ടു മൈ ഫ്രണ്ട് ഫോർ ആൻ അവർ ആൻഡ് ഐ ആം ബ്ലൂ ഇൻ ദ ഫേസ്, സ്റ്റിൽ ക്ലൂലെസ്. ക്രിക്കറ്റിൻ്റെ റൂൾസിനെ പറ്റിയൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് 1 മണിക്കൂറോളം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴും ഒരു ക്ലൂവും അവന് കിട്ടിയിട്ടില്ല. അടുത്തത് ബ്ലൂ കോളർ. ബ്ലൂ കോളർ ജോബ്സ് എന്ന് കേട്ടിട്ടില്ലേ? ബ്ലൂ കോളർ എന്ന് പറയുന്നത് ഒരു ഷർട്ടിൻ്റെ കോളറിൻ്റെ കളർ ബ്ലൂ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ കളർ ബ്ലൂ ആയതുകൊണ്ടോ ഒന്നുമല്ല, അത് ഒരു ജോബ് ആണ്. നമുക്ക് മാനുവലി ചെയ്യേണ്ട കാര്യങ്ങളില്ലേ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, പ്ലംബേഴ്സ്, ഇവരൊക്കെ അത്തരത്തിലുള്ള ആളുകളാണ്. ബ്ലൂ കോളർ ജോബ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഫാക്ടറി വർക്കേഴ്സ്, മെക്കാനിക്സ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണ് ബ്ലൂ കോളർ ജോബ്സ്. ഇവിടെ ഇത്തരം വർക്കുകൾക്ക് ഒരു ഫിസിക്കലി നമ്മൾ വർക്ക് ചെയ്യണം. മൈ അങ്കിൾ ഹാസ് ബീൻ വർക്കിംഗ് എ ബ്ലൂ കോളർ ജോബ് അറ്റ് ദ ഫാക്ടറി ഫോർ ഓവർ എ ഡെക്കേഡ്. 10 കൊല്ലത്തിൽ കൂടുതലായിട്ട് എൻ്റെ അങ്കിൾ ഒരു ഫാക്ടറിയിൽ
വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എ ബ്ലൂ കോളർ ജോബ് എന്ന് പറയുമ്പോൾ ഒരു ഫാക്ടറി വർക്കറാണ്. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നതിന് ഫിസിക്കൽ വർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ബ്ലൂ കോളർ എന്ന് പറയുന്നത് കോളറിൻ്റെ കളറല്ല, അതൊരു ടൈപ്പ് ഓഫ് വർക്ക് ആണ് എന്നത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ, ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും ഇടിക്കുകയോ തട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ വീഴുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചില മാർക്കുകൾ ശരീരത്തിലുണ്ടാവില്ലേ? അത് ചിലപ്പോൾ ഒരു ബ്ലൂ കളറിലായിരിക്കാം, ചിലപ്പോൾ ഒരു വയലറ്റ് കളറാവും, ചിലപ്പോൾ അത് ബ്ലാക്ക് കളറാവും. അതായത് അവിടെ ചതവൊക്കെ സംഭവിക്കുന്ന സ്ഥലത്ത് ആ ഒരു ബ്ലഡൊക്കെ ഒന്ന് ക്ലോട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ കളർ അങ്ങനെ മാറുന്നത്. അപ്പോൾ അതിനെയാണ് നമുക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അത് ഫിസിക്കലി നമുക്ക് ഉണ്ടാകുന്ന ചതവുകൾക്കൊക്കെ അങ്ങനെയുള്ള കളറുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയാം. ആഫ്റ്റർ ദ ക്രിക്കറ്റ് മാച്ച് രോഹൻസ് ബോഡി വാസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ. രോഹൻ്റെ ക്രിക്കറ്റ് മാച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ശരീരം മുഴുവൻ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള, അതായത് ചതവുകളൊക്കെ വന്നിട്ട് പല കളറിൽ ചില കളറുകളൊക്കെ മാറി ചതവിൻ്റെ ആ ഒരു കളർ ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ബ്ലൂ കളറോ, സാധാരണ ബ്ലാക്ക് കളർ ഉണ്ടാവാറില്ല എങ്കിലും നമുക്ക് ചതവൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഒരു ബ്ലൂ കളർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കുറച്ചുകൂടി ഡാർക്ക് ടോണിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ഇഞ്ചുറീസിന് മാത്രമല്ല ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന്, ഫിസിക്കൽ ഇഞ്ചുറീസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കളറിന് മാത്രമല്ല നമ്മൾ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയുന്നത്. നമ്മുടെ ഇമോഷണലി നമ്മൾ വല്ലാതെ ഡൗൺ ആയിട്ടിരിക്കുക, മാനസികമായി വളരെ ഡൗൺ ആയിപ്പോയി, അതിനും നമുക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയാം. ആഫ്റ്റർ ദ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് വിത്ത് ഹെർ ബെസ്റ്റ് ഫ്രണ്ട് ഷീ ഫെൽറ്റ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഇമോഷണലി. വല്ലാത്ത ഒരു ചൂടേറിയ ഒരു വാദത്തിന് ശേഷം, അത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടുള്ള വാദത്തിന് ശേഷം, ഷീ ഫെൽറ്റ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഇമോഷണലി എന്ന് പറയുമ്പോൾ ഇമോഷണലി അവൾ വല്ലാതെ ഡൗൺ ആയിപ്പോയി. അവിടെ ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു പാടുകൾക്ക് അല്ല പറയുന്നത്, നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ആ ഒരു ഫീലിംഗ്. അടുത്തത് ബ്ലൂ ബ്ലഡ്. ബ്ലൂ ബ്ലഡ് എന്ന് നമ്മൾ സാധാരണ പറയാറില്ലല്ലോ, റെഡ് ബ്ലഡ് എന്നല്ലേ പറയുക. ആക്ച്വലായിട്ടുള്ള കളറ് റെഡ് അല്ലേ, പിന്നെ എന്താ ബ്ലൂ ബ്ലഡ്. ബ്ലൂ ബ്ലഡ് എന്ന് പറയുന്നത് കുലീനമായ കുടുംബങ്ങളിൽ ജനിക്കുന്ന, റോയൽ ഫാമിലിയിലൊക്കെ ജനിക്കുന്ന ആളുകൾക്കാണ്, ഒരു ഹൈ സോഷ്യൽ സ്റ്റേറ്റസ് ഉള്ള ആളുകൾക്കാണ് ബ്ലൂ ബ്ലഡ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. someone who comes from a royal noble family. Even though he has blue blood, he prefers a simple and modest lifestyle. ഒരു റോയൽ ഫാമിലിയിൽ നിന്ന് ഉള്ളതാണെങ്കിലും അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ളത്, വളരെ ലളിതമായിട്ടുള്ളതും മിതമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഇഷ്ടപ്പെടുന്നത്. ഇൻടു ദ ബ്ലൂ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യമാണോ, എന്താ ഇതിന് റിസൾട്ട് ഉണ്ടാവുക, എന്താണ് നമ്മുടെ ലക്ഷ്യം, ഒന്നും അറിയാതെ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക, അതാണ് ഇൻടു ദ ബ്ലൂ എന്നത്. വളരെ റിസ്ക് പിടിച്ച ഒരു കാര്യമാവും, പക്ഷേ നമുക്ക് വളരെ അൺസേർട്ടൺ ആണ് എന്താ സംഭവിക്കുക എന്ന കാര്യത്തിൽ. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ഇൻടു ദ ബ്ലൂ എന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത്. ടു സ്റ്റെപ്പ് ഇൻടു ദ അൺനോൺ വിത്ത് adventure and uncertainty. They packed their bags and drove into the blue with no idea where they were going. അവർ ബാഗുകളൊക്കെ പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് പോയി. വിത്ത് നോ ഐഡിയ വേർ ദേ വർ ഗോയിങ്. അവർ എവിടേക്കാണ് പോകുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ആണ് ഡ്രോവ് ഇൻ ടു ദ ബ്ലൂ. ഇനി നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഫ്രേസാണ് ബ്ലൂ ചിപ്പ്. എന്താണ് ബ്ലൂ ചിപ്പ്? ബിസിനസ് അല്ലെങ്കിൽ ഫൈനാൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബ്ലൂ ചിപ്പ് എന്ന വാക്ക്. ഒരു കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോക്സ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വാക്കാണ് ബ്ലൂ ചിപ്പ്. അത്തരം കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് വളരെ നല്ലതാണ്, വളരെ വിശ്വാസയോഗ്യമായ കാര്യമായിരിക്കും. കാരണം ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ വളരെ വിശ്വാസയോഗ്യമായ കമ്പനികളായിരിക്കും. അവർ കൃത്യമായിട്ട് വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളായിരിക്കും, ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളായിരിക്കും ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിംഗ് ഇൻ ബ്ലൂ ചിപ്പ് കമ്പനി ലൈക്ക് ആപ്പിൾ ആൻഡ് മൈക്രോസോഫ്റ്റ്
ഈസ് എ സ്മാർട്ട് ചോയ്സ്. ബ്ലൂ ചിപ്പ് കമ്പനികളായ ആപ്പിൾ, മൈക്രോസോഫ്റ്റ് ഇതിലൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല ഒരു ചോയ്സാണ്, നല്ല ഒരു കാര്യമാണ്. ഔട്ട് ഓഫ് ദ ബ്ലൂ. ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഒട്ടും പ്രതീക്ഷിക്കാതെ, വളരെ സർപ്രൈസിങ് ആയിരിക്കും അത്. അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറയുന്നത്. സംതിങ് ദാറ്റ് ഹാപ്പൻസ് അൺഎക്സ്പെക്റ്റഡ്ലി. ഇത് സംഭവിക്കുന്നത് വിത്തൗട്ട് വാണിംഗ്, ഒരു വാണിങ്ങും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്നൊരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും അത്. ദ പ്രൊമോഷൻ കെയിം ഔട്ട് ഓഫ് ദ ബ്ലൂ. ഐ ഡിഡൻറ്റ് ഈവൻ നോ ഐ വാസ് കൺസിഡേർഡ് ഫോർ ഇറ്റ്. പ്രൊമോഷൻ എത്തിയത് ഔട്ട് ഓഫ് ദ ബ്ലൂ ആണ്, അൺഎക്സ്പെക്റ്റഡ്ലി ആണ്. പ്രതീക്ഷിച്ചിരിക്കാതെയാണ്. ഞാനതിനെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് വളരെ റെയറായിട്ട്, വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സംതിങ് ദാറ്റ് ഹാപ്പൻസ് വെരി റെയർലി. ഐ ഗോ ടു ദ മൂവീസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഞാൻ മൂവീസിന് പോകാറുള്ളത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഫ്രേസസ് ഒക്കെ വളരെയധികം യൂസ്ഫുള്ളാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇത്തരം ഫ്രേസസ് ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത്.